റിമാൻഡ് റിപ്പോർട്ട് ജനം ടിവിക്ക് അതിന്റെ കൂടുതൽ വിവരങ്ങളുമായി ആർ രാജീവ് ചേരുന്നു. രാജീവ്, വിശ്വാസ വഞ്ചന, ഗൂഢാലോചന, വ്യാജ രേഖ ചമയ്ക്കൽ എന്നീ വകുപ്പുകളുണ്ട്. മറ്റെന്തെല്ലാമാണ് ഉള്ളടക്കം? രോഹിണി, എത്രത്തോളം ദേവസ്വം ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ ദേവസ്വം ബോർഡ് അധികൃതരും ഇതിന് കൂട്ടുനിന്നു എന്ന് തെളിയിക്കുന്നതാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ റിമാൻഡ് റിപ്പോർട്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണം കടത്തുന്നതിന് ദേവസ്വം ഉദ്യോഗസ്ഥർ എല്ലാ ഒത്താശയും ചെയ്തു നൽകി എന്ന് തന്നെയാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത്. സ്വർണമാണ് എന്ന് അറിഞ്ഞിട്ടുകൂടി ദേവസ്വം ഉദ്യോഗസ്ഥർ ഉത്തരവിൽ ചെമ്പ് എന്ന് തെറ്റായി രേഖപ്പെടുത്തി. ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സഹായിക്കാൻ വേണ്ടി ആയിരുന്നു എന്നും റിമാൻഡ് റിപ്പോർട്ടിൽ കൃത്യമായി തന്നെ പറയുന്നുണ്ട്. അതായത് ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. 2 മുതൽ 10 വരെയുള്ള പ്രതികൾ ഒറ്റക്കെട്ടായി ഇതിനുവേണ്ടി പ്രവർത്തിച്ചു. വലിയ ഗൂഢാലോചന ശബരിമലയിൽ നിന്ന് സ്വർണം കടത്തുന്നതിന് വേണ്ടി ഉണ്ടായി. ദ്വാരപാലക ശില്പത്തിലെ സ്വർണം കടത്തുന്നതുമായി ബന്ധപ്പെട്ടാണ് വലിയ ഗൂഢാലോചന നടന്നത് എന്നാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത്. ഏകദേശം 2 കിലോയോളം സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റി കൈവശപ്പെടുത്തിയിട്ടുണ്ടാകാം എന്നും റിമാൻഡ് റിപ്പോർട്ടിൽ വളരെ കൃത്യമായി തന്നെ പറയുന്നുണ്ട്. മറ്റൊരു കാര്യം ദേവസ്വം ബോർഡ് അംഗങ്ങളുടെ പങ്കാണ്. ദേവസ്വം ബോർഡിനും ഇതുമായി ബന്ധപ്പെട്ട വീഴ്ച സംഭവിച്ചു. ദേവസ്വം ബോർഡ് അംഗങ്ങളും അറിഞ്ഞുകൊണ്ട് തന്നെ ഇതിന് കൂട്ടുനിന്നു എന്ന രീതിയിലാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട വിശദമായ അന്വേഷണം വേണമെന്നും അന്വേഷണ സംഘം കോടതിയിൽ നൽകിയ റിമാൻഡ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രം വിചാരിച്ചാൽ ഇത്ര വലിയൊരു തട്ടിപ്പ് 2019 നടത്താൻ കഴിയില്ല. ഇതുതന്നെയാണ് ജനം ടി വി നേരത്തെ മുതൽ പറഞ്ഞുകൊണ്ടിരുന്നത്. ദേവസ്വം ഉദ്യോഗസ്ഥർക്ക് മാത്രമല്ല ഇതിൽ പങ്ക്. ആ സമയത്തുണ്ടായിരുന്ന ഉന്നത ദേവസ്വം ഉദ്യോഗസ്ഥർക്ക് പുറമെ ദേവസ്വം ബോർഡ് അംഗങ്ങൾക്കും ഇത് സംബന്ധിച്ച വളരെ കൃത്യമായ അറിവുണ്ടായിരുന്നു എന്ന തെളിവുകൾ സഹിതം ജനം ടി വി വാർത്ത പുറത്തുവിട്ടിരുന്നു. ഇത് ശരിവെക്കുന്നതാണ് അന്വേഷണ സംഘം കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന റിമാൻഡ് റിപ്പോർട്ട്. അതിലും വ്യക്തമായി പറഞ്ഞിരിക്കുന്നത് ഈ കാര്യങ്ങളൊക്കെ തന്നെയാണ്. ആ കാലഘട്ടത്തിലെ ഉന്നത ഉദ്യോഗസ്ഥർ, അതിനൊപ്പം തന്നെ ദേവസ്വം ബോർഡ് അംഗങ്ങൾ എന്നിവർക്ക് ഇതിൽ വളരെ കൃത്യമായ പങ്കുണ്ട് എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് റിമാൻഡ് റിപ്പോർട്ട് കോടതിയിൽ അന്വേഷണ സംഘം സമർപ്പിച്ചിരിക്കുന്നത്. ഇതിനൊപ്പം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി ഒളിവിൽ പോകാൻ ശ്രമിച്ചിരുന്നു എന്ന വളരെ നിർണായകമായ ഒരു കണ്ടെത്തലും അന്വേഷണ സംഘം കോടതിയിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറസ്റ്റ് ചെയ്യുന്ന ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടന്നത്. ഇനിയും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജാമ്യം അനുവദിക്കുകയാണെങ്കിൽ അദ്ദേഹം ഒളിവിൽ പോകാനുള്ള സാധ്യതയുണ്ട് എന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. മാത്രമല്ല ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ ദ്വാരപാലക ശില്പത്തിൽ നിന്നും അതുപോലെ തന്നെ കട്ടിളപ്പാളിയിൽ നിന്നും വേർതിരിച്ചെടുത്ത സ്വർണവും ഈ കട്ടിളപ്പാളികളുമൊക്കെ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കൊണ്ടുപോയി പ്രദർശന വസ്തുവാക്കിയെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. അദ്ദേഹം ഇതിൻ്റെ പേരിലും സാമ്പത്തിക പിരിവ് നടത്തുകയും ചെയ്തു. വലിയ സാമ്പത്തിക നേട്ടം ഇത്തരത്തിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ കൊണ്ടുപോയി അത് വിൽപ്പന ചരക്കാക്കിയതിലൂടെ ഉണ്ടാക്കിയെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ കൃത്യമായി പറയുന്നുണ്ട്. ആ സംസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് കർണാടക, ആന്ധ്ര, അതുപോലെ തന്നെ തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിലേക്കാണ് ഇത് കൊണ്ടുപോയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ചും വളരെ വിപുലമായ അന്വേഷണം വേണമെന്നും അന്വേഷണ സംഘം കോടതിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ കൂടി ഭാഗമായാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്ത ശേഷം 13 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത്. ഈ സംസ്ഥാനങ്ങളിലേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ എത്തിച്ച് തെളിവെടുപ്പ് ഉൾപ്പെടെ അന്വേഷണ സംഘം നടത്തുകയും ചെയ്യും. അതിനുള്ള സജ്ജീകരണങ്ങൾ നിലവിൽ അന്വേഷണ സംഘം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഏതായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രതികളിലേക്ക് അന്വേഷണ സംഘം എത്തും എന്ന കാര്യത്തിൽ സംശയമില്ല. കൂടുതൽ ഉദ്യോഗസ്ഥരെ ഉടൻ തന്നെ ചോദ്യം ചെയ്യുന്ന ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് അടക്കം കൂടുതൽ ഉദ്യോഗസ്ഥരെ അറസ്റ്റ് ഉൾപ്പെടെ ഉണ്ടാകാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല റിമാൻഡ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം സ്മാർട്ട് ക്രിയേഷൻസിന് ഈ തട്ടിപ്പിനെ കുറിച്ച് അറിവുണ്ടായിരുന്നു എന്നതാണ്. അവരും ഈ തട്ടിപ്പിനെ കൂട്ടുനിന്നു എന്ന തരത്തിലേക്കാണ് റിമാൻഡ് റിപ്പോർട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ സ്മാർട്ട് ക്രിയേഷൻസിലെ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഇതിൽ പ്രതികളാകാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ചെന്നൈയിലേക്ക് SIT സംഘം വീണ്ടും പോകും. ആ പോകുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയും കൊണ്ടാകും. ഈ കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരുത്തുക എന്നതാണ് അന്വേഷണ സംഘത്തിന് മുന്നിലുള്ള വെല്ലുവിളി. ഏതായാലും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്കും അന്വേഷണ സംഘം പോകും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിനൊപ്പം തന്നെയാണ് കൽപേഷ് എന്നയാളുടെ കൈവശമാണ് കട്ടിളപ്പാളികൾ കൊടുത്തുവിട്ടത്. ഈ കൽപേഷുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണം നിലവിൽ SIT നടത്തുന്നുണ്ട്. ചില വിവരങ്ങളൊക്കെ നിലവിൽ SITക്ക് ലഭിച്ചിട്ടുണ്ട്. ഈ സ്വർണം വേർതിരിച്ചെടുക്കാനുള്ള ശ്രമങ്ങൾക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൂട്ടുനിന്നത് കൽപേഷാണ് എന്നാണ് നിലവിൽ അന്വേഷണ സംഘം കരുതുന്നത്. നേരത്തെ ദേവസ്വം വിജിലൻസും അത്തരമൊരു കണ്ടെത്തലിലേക്ക് എത്തിയിരുന്നു. ഇക്കാര്യവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വ്യക്തത വരുത്താനും അന്വേഷണ സംഘം ശ്രമിക്കുക. ഏതായാലും മറ്റ് സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ എത്തിച്ചുകൊണ്ട് തെളിവെടുപ്പ് നടത്താനാണ് നിലവിൽ അന്വേഷണ സംഘം ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് 13 ദിവസമെങ്കിലും കസ്റ്റഡിയിൽ വേണമെന്ന അന്വേഷണ സംഘം കോടതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. മാത്രമല്ല വളരെ വിശദമായ ഒരു റിമാൻഡ് റിപ്പോർട്ട് തന്നെ തയ്യാറാക്കിയിരിക്കുന്നു. അതിൽ ദേവസ്വം ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ട്, ദേവസ്വം അംഗങ്ങൾക്ക് പങ്കുണ്ട് എന്ന വളരെ കൃത്യമായ കണ്ടെത്തലിലേക്ക് അന്വേഷണ സംഘം എത്തിയിരിക്കുന്നു. നാളെയാണ് ഹൈക്കോടതിയിൽ ഈ റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത്. 10 ദിവസം കൂടുമ്പോൾ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് ഹൈക്കോടതി ഈ അന്വേഷണ സംഘത്തിന് നൽകിയിരിക്കുന്ന നിർദ്ദേശം. നാളെ റിപ്പോർട്ട് സമർപ്പിക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. അങ്ങനെയെങ്കിൽ അതിലുണ്ടാകുന്ന പരാമർശങ്ങൾ എത്രത്തോളം ഗൗരവമുള്ളതാണ് എന്നതാണ് ഇനി അറിയേണ്ടത്. മാത്രമല്ല ഈ 2019 ദേവസ്വം അംഗങ്ങളെ ചോദ്യം ചെയ്യുന്ന ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം എന്ന് കടക്കും എന്നതും നിർണായകമാണ്. ഉദ്യോഗസ്ഥരുടെ അറസ്റ്റ് ഉടൻ ഉണ്ടാകുമെന്ന സൂചന പ്രത്യേക അന്വേഷണ സംഘം നൽകുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ദേവസ്വം അംഗങ്ങളെയും അറസ്റ്റ് ചെയ്യുമോ എന്ന ചോദ്യവും വളരെ കൃത്യമായി ഉയരുന്നുണ്ട്. അത്തരം നടപടികളിലേക്ക് അന്വേഷണ സംഘം കടക്കുമോ എന്നതും ഇനി കണ്ടറിയേണ്ട കാര്യമാണ്. രോഹിണി.